ഇന്ന് ശ്രീ മഹാദേവി ഭാഗവതത്തിലെ മറ്റൊരു കഥയാണ്. എന്താണ്? ശംഖുചൂഡ യുദ്ധം. ശംഖുചൂഡൻ്റെ പൂർവ്വകഥ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത്? കഴിഞ്ഞ പ്രാവശ്യം എന്താണ് ലാസ്റ്റ് പറഞ്ഞത്? മഹാദേവൻ ചിത്രരഥനെ എന്തിനു പറഞ്ഞയക്കുകയാണ്? ദൂതിനായിട്ട് ശംഖുചൂഡൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുക. എന്തായിരുന്നു ദൂത്? സുരലോകത്ത് പോയിട്ട് ശംഖുചൂഡനെ കണ്ടിട്ട് എന്ത് പറയാനാ പറഞ്ഞത്? ദേവകളിൽ നിന്നും പിടിച്ചെടുക്കിയ സർവ്വവും നിരുപാധികം അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറയാനാണ് പറഞ്ഞത്. അതിന് സമ്മതമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ യുദ്ധത്തിന് പുറപ്പെട്ടോളാനും പറയും, യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളാനും പറയും. വിഷ്ണുദത്തമായ തൃശ്ശൂല് ഏന്തിയിട്ട് ഞാനും യുദ്ധത്തിൻ്റെ മുൻനിരയിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ശംഖുചൂഡൻ എന്താ പറയുന്നത്? ശംഖുചൂഡൻ ഇത് കേട്ടിട്ട് യാതൊരു ഭയമോ ഭാവ വ്യത്യാസമോ ഒന്നും ഉണ്ടാവില്ല. അദ്ദേഹം എന്ത് പറയും? ഓ ആയിക്കോട്ടെ, നാളെ തന്നെ രണാങ്കണത്തിൽ വെച്ച് കാണാമെന്ന് മാത്രം മറുപടി പറഞ്ഞിട്ട് ദൂതനെ തിരിച്ചയക്കുന്ന. അങ്ങനെ മഹാദേവനും ശംഖുചൂഡനും തമ്മിലുള്ള യുദ്ധം തുടങ്ങുന്നതാ. അപ്പം എന്താ? പരമശിവനോടൊപ്പം ആരൊക്കെയാണ് ഉണ്ടാവുക? വീരഭദ്രൻ, ഭൃങ്കി, നന്ദികേശ്വരൻ, മഹാകാളൻ തുടങ്ങിയ ശിവഭൂതഗണങ്ങൾ ഉണ്ടാവും. പിന്നെന്താ? സ്കന്ദനും ഭദ്രകാളിയും ഉണ്ടാവും. പിന്നെന്താ? ദേവാദിവൃന്ദങ്ങൾ മുഴുവൻ ഉണ്ടാവും. അവരെ വൻപിച്ച വടകളൊക്കെ യുദ്ധക്കളത്തിൽ അങ്ങനെ നിരന്ന് നിൽക്കൂ. ത്രിലോകങ്ങൾ നടുങ്ങുന്ന തരത്തിൽ പെരുമ്പറകളും മുഴങ്ങാൻ തുടങ്ങും. അപ്പം എന്താ ദേവീനെ പറ്റി വർണ്ണിക്കുന്നത്? ഭദ്രകാളി ദേവീനെ പറ്റി വർണ്ണിക്കുന്നത് എന്താ? അഷ്ടബാഹുക്കളോടും പിന്നെന്താ ഓരോ കൈകളിൽ എന്താ ഭീകരായുധങ്ങളോടും ഏതൊരു ഭയാനകമായ ആകൃതിയോടും കാർമേഘ വർണ്ണത്തോടും നീണ്ടു വളഞ്ഞ ദംഷ്ട്രങ്ങളോടും ഉഗ്രരുതിര രൂക്ഷാക്ഷികളോടും ഘോരാട്ടഹാസ ഗർജന പ്രകർഷത്തോടും പിന്നെന്താ ചലനങ്ങളൊത്ത് കിലുങ്ങുന്ന ചിലങ്കധ്വനികളോടും കൂടി ഭദ്രകാളിന്താ അടർക്കളത്തിൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കുന്ന. തൊട്ടടുത്ത് തന്നെ ആര് നിൽക്കും? മഹാദേവനും തൃശ്ശൂലേന്തിയിട്ട് നിൽക്കുന്നുണ്ടാവും. ആ സമയം ശംഖുചൂഡൻ്റെ സേനകളും എന്താണ് യുദ്ധക്കളത്തിൻ്റെ എതിർവശത്തായിട്ട് വന്ന് നിരന്ന് നിൽക്കും. അപ്പോൾ ശംഖുചൂഡൻ എന്താണ് ചെയ്യുക? എപ്രാവശ്യവും പോലെ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് എന്താണ് ധർമ്മപത്നിയാണ് ആര്? തുളസീദേവീനെ കണ്ടിട്ട് സമരവിവരം ധരിപ്പിക്കുന്ന. അപ്പോൾ തുളസീൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരൊഴുകും. അപ്പോൾ ആ കണ്ണുനീര് തുടച്ചിട്ട് പറയും. എന്തിനു പറയും? ശംഖുചൂഡൻ എന്ത് പറയുന്ന? സാന്ത്വനപ്പെടുത്തുന്നതാണ് ഭാര്യനെ. എന്താണ്? നീ എന്തിനാണ് പ്രിയ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കുന്നതാ. അപ്പം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്താണ് ഭാര്യയ്ക്ക് എന്താ പറയുന്നത്? വാനവർക്കായാലും ധാനവർക്കായാലും മാനവർക്കായാലും എന്തിന് ത്രിമൂർത്തികൾക്കായാലും ജീവിതം എന്നും സുഖപ്രദമല്ല അല്ലേ? ഇതെല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. മനുഷ്യന്മാരെ പോലെ തന്നെയാണ് ദേവന്മാർക്കും. എത്രയോ ആൾക്കാർ പിന്നെ എന്താണ് മഹിഷാസുരൻ, പിന്നെന്താണ് ശുംഭനിശുംഭന്മാർ, അങ്ങനെ പലരും എന്താണ് പിന്നെന്താണ് ദേവന്മാരെ സ്ഥാനമൊക്കെ തട്ടിപ്പറിച്ചിട്ട് അവരും കഷ്ടകാലത്തിൽ കുറേ കടന്നിക്കണല്ലേ. ത്രിമൂർത്തികളായാലും അങ്ങനെ തന്നെയാണ്. ഭഗവാന്മാരെ എല്ലാ കഥകളും പലതും നമ്മൾ കേൾക്കലുണ്ട്. ഇപ്പം എല്ലാവർക്കും സങ്കടങ്ങളുണ്ട്. ജീവിതം എന്നും എല്ലാവർക്കും ഒരുപോലെ സുഖപ്രദമല്ല. എന്താണ്? ഒരേ ദിവസം തന്നെ അഹസ്യപ്രഭാതമായും മധ്യാഹ്നമായും സായാഹ്നമായും 3 അവസ്ഥകളെ പ്രാപിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. സുഖമെന്നും ദുഃഖമെന്നും തോന്നുന്നത് മനസ്സിൻ്റെ ചപലമായ സങ്കല്പം കൊണ്ടാണ്. അടിസ്ഥാനമില്ലാത്തൊരു തോന്നലാണത്. നീ എത്ര കഠിനമായിട്ട് തപസ് ചെയ്തോ? അപ്പം നിനക്ക് തോന്നിയ വിഷമങ്ങളായിരുന്നുവോ? ചോദിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ. ശംഖുചൂഡൻ ഭാര്യനോട് ചോദിക്കുകയാണ്. അപ്പം എന്താ? ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും നല്ല കാലവും ചീത്തകാലവും ഉണ്ട്. കാലഗതി അനുസരിച്ച് അതങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. പിന്നെന്താ? കാലത്തിന് മറുപടി പറഞ്ഞ് നമ്മളെല്ലാം ഇവിടുന്ന് പോകുള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും അതിന് കാലം ദുഷ്ടചിന്തകളിലൂടെ ദുഷ്ടത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാലം മറുപടി പറയിപ്പിക്കുന്ന നമ്മളെ കൊണ്ട്. അതുകൊണ്ടൊക്കെ നന്മകൾ മാത്രം ചെയ്ത് ജീവിക്കാം. എന്താ? കാലഗതി അനുസരിച്ച് അതങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് സൃഷ്ടി ഉണ്ടാകുന്നു. ആ സൃഷ്ടി തന്നെ സൃഷ്ടിയെ നശിപ്പിക്കും. ആ ഒരു പിന്നെന്താണ്? സൃഷ്ടി ഉണ്ടായി പിന്നെ അത് പ്രളയം വരുമ്പം
അത് പോയിക്കൊണ്ടിരിക്കും അല്ലേ. പിന്നെയും പുനർസൃഷ്ടി നടത്തുകയാണ് ബ്രഹ്മാവ്. അപ്പം എന്താ, സൃഷ്ടി തന്നെ സൃഷ്ടിയെ നശിപ്പിക്കുകയാണ്. നാശകരമായ യുദ്ധത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യവും അത് തന്നെയാണ്. എന്താണ്, ജീവിതം തന്നെ നശിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൃഷ്ടിയുടെ സമരാഭാസമാണ്. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം അല്ലേ. കാലഗതി അനുസരിച്ചെന്താ, വൃക്ഷങ്ങൾ ഉണ്ടാകുന്നു. തുളസി നീയൊന്ന് ആലോചിച്ചു നോക്കൂ എന്ന് പറയുന്ന, അവ ക്രമേണ തഴച്ച് വളർന്ന് ഇലകളും കൊമ്പുകളും ഒക്കെ അവയിലുണ്ടാവും. പിന്നെന്താ, അവ പുഷ്പിക്കും, കായ്ക്കും. ആ ഫലങ്ങളിൽ നിന്ന് വീണ്ടും പിന്നെ അതേ ജാതി വൃക്ഷങ്ങൾ മുളയ്ക്കൂലേ. അപ്പോഴത്തേക്ക് ആദ്യത്തെ വൃക്ഷം ഉണങ്ങിക്കരിഞ്ഞ് മറിഞ്ഞ് താഴെ വീഴുകയും ചെയ്യും. ഇതാണ് പ്രപഞ്ച ജീവിതത്തിൻ്റെ അവസ്ഥ. മനുഷ്യന്മാരുടെ ജീവിതം അങ്ങനെ തന്നെ. നമ്മൾ ജനിക്കും, അമ്മയും അച്ഛനും നമ്മളെ വളർത്തി വലുതാക്കും, കല്യാണം കഴിച്ചു വരും, പിന്നെ പ്രസവിച്ച് കുട്ടികളുണ്ടാകും. അവർക്ക് പ്രായമായി വരുമ്പോഴേക്കും നമ്മൾ കാലഗതി അടയും. അങ്ങനെയൊക്കെ തന്നെ ജീവിതത്തിൻ്റെ അവസ്ഥ. പ്രപഞ്ച ജീവിതം എന്ന് പറഞ്ഞാലേ അതാണ്. ഈ വിധമാണ് പ്രപഞ്ച ജീവിതത്തിൻ്റെ അവസ്ഥ. എന്താണ്, ഉത്ഭവിക്കുകയും നശിക്കുകയും ചെയ്യുന്ന അത്ഭുതാവസ്ഥയാണ്. അപ്പം പറഞ്ഞു കൊടുക്കുന്നത്, എൻ്റെ അന്തരംഗത്തിൽ ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവ് ഈ പ്രപഞ്ചത്തിൻ്റെ വിധാതാവും പിതാവുമാണെന്നാ. ആ പുണ്യമൂർത്തിയിൽ എന്താണ്, പരാശക്തിയായ ദേവി സർവദാ വർത്തിക്കുന്നുണ്ട്. ആ ദേവിയുടെ ആജ്ഞപ്രകാരമാണെന്ത്, സൂര്യൻ ഉദയാസ്തമനങ്ങൾ നടത്തുന്നത്, ചന്ദ്രൻ പ്രകാശിക്കുന്നത്, ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നു. വിസ്തൃതമായ പാരാവാരാതിൻ്റെ അതിർത്തി ലംഘിക്കാതെ ഭൂമിയിൽ വലയം ചെയ്ത് നിശ്ചിത പരിധിയിൽ ഒതുങ്ങി നിൽക്കുന്നു. കാലൻ സംഹരിക്കുന്നു, അഗ്നി കത്തിജ്വലിക്കുന്നു. അപ്പം എന്താ, ആ പരാശക്തി തന്നെയാണ് യമൻ്റെ യമനും സൃഷ്ടിയുടെ സൃഷ്ടികർത്താവും മൃത്യുവിൻ്റെ മൃത്യുവും. സർവബ്രഹ്മാണ്ഡങ്ങളുടെയും മാതാവായി വർത്തിക്കുന്നത് ആ മാതാവ് തന്നെയാണ്. ആ മാതാവ് തന്നെയാണ് അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നത്. ആ പരാശക്തിയിൽ അന്തർലീനനായിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിനെയല്ലേ നീയും ഞാനും സദാ ശരണം പ്രാപിക്കുന്നത്. പിന്നെ നമുക്ക് എങ്ങനെ പരാജയം സംഭവിക്കും, തുളസീന്ന് ചോദിക്കുന്നത്. അപ്പോൾ തുളസി തൊണ്ടയിടറിയിട്ട് ചോദിക്കും, നാഥാ യുദ്ധത്തിൽ അങ്ങ് പരാജയപ്പെട്ടാലോ എന്ന്. അപ്പം ശംഖുചൂഡൻ പറയും, കഷ്ടം തുളസി, നീ പതിവ്രതയായിരിക്കുന്ന കാലത്തോളം, എൻ്റെ മനസ്സിൽ മാധവസ്മരണയുള്ള കാലത്തോളം എനിക്ക് മരണം ഉണ്ടാവില്ല. നീ സമാധാനപ്പെടും. നീ എന്നെ വിജയതിലകം തൊടുവിച്ച് അടർക്കളത്തിലേക്ക് പറഞ്ഞയക്കൂ എന്ന് പറയുന്ന. അപ്പം തുളസി എന്താണ്, സാക്ഷാൽ പരമേശ്വരിയായ ജഗദമ്പയെ ധ്യാനിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ നെറ്റിയിൽ സിന്ദൂര തിലകം അണിയിച്ചിട്ട് തൊഴുതി യാത്രയാക്കുന്നതാണ്. അങ്ങനെ ശംഖുചൂഡനും ദേവകളും തമ്മിലുള്ള മഹായുദ്ധം നടക്കുന്നത് അത് അതിഭയങ്കരമായിരുന്നു. എന്താ, ഭദ്രകാളി, വീരഭദ്രൻ, സുബ്രഹ്മണ്യൻ, പിന്നെ ആരൊക്കെയാ, മഹാകാളൻ, മഹേന്ദ്രൻ എന്നിവരാണ് ശത്രുപക്ഷത്തിൻ്റെ ഏറ്റവും മുൻനിരയിൽ നിന്നിരുന്നത്. അതിൻ്റെ മുന്നിൽ തന്നെ ഏറ്റവും മുന്നിൽ പിന്നെ ആര് നിൽക്കൂ, സർവ്വനേതൃത്വവും വഹിച്ചുകൊണ്ട് പരമശിവനും നിൽക്കുന്നുണ്ടാവും. അങ്ങനെ അങ്ങോട്ടും ദിവ്യാസ്ത്ര പ്രയോഗങ്ങൾ തുടങ്ങും. ഭദ്രകാളി ദേവി ആയിരക്കണക്കിന് ശംഖുചൂഡ ബടജനങ്ങളെ കൊന്നൊടുക്കും. എന്നിട്ട് കുടൽമാലയും ചൂടിയിട്ട് അങ്ങനെ നടക്കും. അതുപോലെ വീരഭദ്രനും സ്കന്ദൻ എന്ന് വെച്ചാൽ മുരുകൻ, ഒരു നിമിഷം പോലും ഇടതടവില്ലാതെ ശത്രുസൈന്യത്തെ നിഗ്രഹിച്ചു കൊണ്ടിരിക്കും. അതുപോലെ ശംഖുചൂഡൻ എന്താക്കും, ധീരം പോരാടിയിട്ട് സഹസ്രക്കണക്കിന് ദേവസൈന്യത്തെയും നശിപ്പിക്കും. ബാണങ്ങൾ കൊണ്ട് അവരുടെ ദിവ്യായുധങ്ങളെയും അട്ടനവധി ഖണ്ഡിക്കും. അക്ഷൗഹിണിപ്പടകളും രഥങ്ങളും ശംഖുചൂഡ വിശിഖങ്ങളേറ്റ് തകരും. സുബ്രഹ്മണ്യൻ ഒരു സമയം ബോധം കെട്ടിട്ട് തേർതട്ടിൽ വീഴും. അപ്പം ഭദ്രകാളി ദേവി അദ്ദേഹത്തെ എന്താക്കും, ചുമലിലെടുത്ത് കൊണ്ടുപോയിട്ട് അടർക്കളത്തിൽ നിന്നും അകലെ കൊണ്ടുപോകും. അങ്ങനെ ആലസ്യം തീർത്ത് വീണ്ടും വാശിയോടെ യുദ്ധം തുടരുന്ന. അപ്പം യുദ്ധത്തിന് കുറേ സമയമായി. അപ്പം യുദ്ധത്തിൻ്റെ മധ്യേ മഹാദേവൻ എന്ത് വിളിച്ചു പറഞ്ഞു, ശംഖുചൂഡാ, നിന്നോട് യുദ്ധം ചെയ്യണമെന്ന് ഞങ്ങൾക്കാർക്കും ഒരാഗ്രഹവും. ദേവകളിൽ നിന്നും പിടിച്ചടക്കിയ രാജ്യവും മറ്റു വിഭവങ്ങളും നീ അവർക്കായിട്ട് വിട്ടുകൊടുത്തേക്ക്. യുദ്ധം മതിയാക്കി ഈ നിമിഷം തന്നെ ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം എന്ന് പറയും. അപ്പോൾ ശംഖുചൂഡൻ എന്ത് പറയും, ഭഗവാനെ കൈലാസവാസ, ദേവകളും അസുരന്മാരും ഗന്ധർവന്മാരും എല്ലാം ഒരേ പിതാവായ ശിവൻ്റെ മക്കളല്ലേ എന്ന് ചോദിക്കുന്ന.
ഞങ്ങൾ തമ്മിൽ കലഹിക്കുമ്പോൾ നിഷ്പക്ഷനായിരിക്കേണ്ട നിന്തിരുവടി ധർമാധർമ്മങ്ങളെ ചിന്തിക്കാതെ ഒരു പക്ഷം പിടിച്ച് യുദ്ധം ചെയ്യുന്നത് ധർമ്മമാണോ എന്ന് ചോദിക്കും. എന്നോട് വെറുപ്പ് തോന്നാൻ ഞാൻ ഭഗവാനോട് എന്ത് തെറ്റ് ചെയ്തു? ദേവേന്ദ്രൻ എന്ത് ഗുണം ചെയ്തു ഭഗവാനെ എന്ന് ചോദിക്കുന്നു. അപ്പം മഹാദേവൻ പറയും, ശംഖുചൂഡ, ധർമാധർമ്മങ്ങളെക്കുറിച്ച് ഈ പോർക്കളത്തിൽ വെച്ച് സംസാരിക്കുന്നത് അയുക്തമാണ്. ധർമ്മം രക്ഷിക്കുന്നതിന് വേണ്ടി ചിലപ്പം അധർമ്മം ചെയ്യേണ്ടി വരുന്നു പറയും. അപ്പോൾ ശംഖുചൂഡൻ പറയുന്നത്, അധർമ്മം കൊണ്ട് ധർമ്മത്തെ രക്ഷിച്ചാൽ പാപം ചെയ്ത് പുണ്യം നേടുന്നത് പോലെയല്ലേ അത്? ധർമ്മം കൊണ്ടല്ലേ ധർമ്മത്തെ രക്ഷിക്കേണ്ടത്? അതല്ലേ ഉത്തമമായ ധർമ്മനീതി എന്ന് ചോദിക്കും. അപ്പം ശിവൻ എന്ത് പറഞ്ഞു കൊടുക്കും? ധർമ്മത്തെ ധർമ്മം കൊണ്ട് രക്ഷിക്കുമ്പോൾ ഒരു വശത്ത് ആ ധർമ്മം അധർമ്മമായി തോന്നപ്പെടും. അതിരിക്കട്ടെ, യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കും. അപ്പം എന്ത് ശംഖുചൂഡൻ എന്ത് പറയും? ഞാനല്ലല്ലോ, നിങ്ങളല്ലേ യുദ്ധം ആരംഭിച്ചത്, അതുകൊണ്ട് നിങ്ങൾ തന്നെ യുദ്ധം നിർത്തുന്നതാണ് ഉത്തമം. അപ്പം എന്താണ്, യുദ്ധം കൂടുതൽ കടുക്കും. എന്നാൽ പ്രളയാഗ്നി പോലെ എന്താണ് അമ്പകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കാളി ചീറി പാഞ്ഞുകൊണ്ടിരിക്കും. ശിവഭൂതങ്ങൾ ഭയപ്പെട്ട് ഓടാൻ തുടങ്ങും. ഒന്നുകൊണ്ട് രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ എന്താണ് കാർത്തികേയൻ എന്താക്കും? ചീർത്ത കോപത്തോട് ഒരു നാരായണാസ്ത്രം മന്ത്രിച്ചിട്ട് തൊടുത്തു വിടും. ശംഖുചൂഡൻ ആ ദിവ്യബാണത്തെ എന്താണ് ശ്രീകൃഷ്ണ തിരുനാമം ജപിച്ചുകൊണ്ട് തലതാഴ്ത്തി വന്ദിച്ച് നിന്നപ്പോൾ അതവനെ തെല്ല് പോലും സ്പർശിക്കാതെ അങ്ങോട്ട് കടന്നു പോകും. ഉടനെ ഭദ്രകാളി ഒരു ബ്രഹ്മാസ്ത്രം എന്താണ് തൻ്റെ ദീർഘായത ചണ്ഡജാപത്തിൽ തൊടുത്തെയ്തുന്ന്. അപ്പം എന്താണ്, ആ ബ്രഹ്മാസ്ത്രത്തെ മറ്റൊരു ബ്രഹ്മാസ്ത്രം കൊണ്ട് ശംഖുചൂഡൻ തടുത്ത് കാളി ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു. അപ്പോൾ ശംഖുചൂഡൻ പർജന്യാസ്ത്രം കൊണ്ട് അത് നിരോധിച്ച്. ഉടനെ സുബ്രഹ്മണ്യൻ എന്താക്കും? വരുണാസ്ത്രം പ്രയോഗിക്കും. അപ്പോൾ ശംഖുചൂഡൻ എന്താക്കും? ഗന്ധർവാസ്ത്രത്താൽ അത് നിഷ്ഫലവും ദുർബലവുമാക്കി തീർക്കും. അങ്ങനെ എന്താ, ദിവ്യാസ്ത്രങ്ങൾക്ക് ദിവ്യാസ്ത്രങ്ങളും മാരകാസ്ത്രങ്ങളും പരസ്പരം പ്രയോഗിച്ചിട്ട് യുദ്ധം അങ്ങനെ കുട്ടുംപെരി കൊള്ളുകയാണ്. ഇതിനിടയിൽ എന്താണ് മഹാദേവൻ തൃശ്ശൂല് 5 തവണ 5 വിധത്തിൽ ശംഖുചൂഡൻ്റെ നേർക്ക് എറിയും. ആ 5 തവണയും ശംഖുചൂഡൻ എന്താക്കൂ? തൻ്റെ കരുത്തുറ്റ ബാണങ്ങളാൽ അത് 5 കാതം ദൂരെ തെറിപ്പിച്ച് കളയും. അപ്പോൾ ഭദ്രകാളി ദേവി എന്ത് ചോദിക്കും? മഹാദേവ പ്രഭോ, എന്ത് ചെയ്തിട്ട് അവനോട് പറ്റുന്നില്ലല്ലോ? അവനോട് തോൽക്കുന്നത് നിന്തിരുവടിക്ക് അപമാനമാണ്. ഇനി നാം എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന. അപ്പം എന്താ, അടർക്കളൊട്ടാകെ ശബ്ദകോലാഹലാകും. അതിൻ്റെ മൂർധന്യത്തിലെത്തും എന്ത്? യുദ്ധം. ആ സമയം എന്താക്കും? പാവം ഭഗവാൻ എന്ത് ചെയ്യുന്നറിയോ? നാരായണൻ യുദ്ധം ജയിച്ചു വരുന്ന പോലെ ശംഖുചൂഡൻ്റെ ആകൃതിയിൽ തുളസീൻ്റെ സമീപത്ത് വന്നിട്ട് സന്തോഷപൂർവ്വം അവളെ ഒന്ന് ആശ്ലേഷിക്കും. അപ്പം എന്താ, ഇവള് ചീത്തയാവണമെങ്കിൽ പരപുരുഷനായിട്ട് രതിക്രീഡ ചെയ്യണമെന്നില്ല എന്നാണ് പറയുന്നത്. അവനെ ആലിംഗനം ചെയ്താലും സതീമണികളെ സംബന്ധിച്ചിടത്തോളം പാതിവ്രത്യ ബംഗാണെന്നാ. ശംഖുചൂഡനൊരു വരം കൊടുത്തിട്ടുണ്ട്, നിന്റെ പ്രിയ പത്നി എന്ന് പതിവ്രതയായിരിക്കുന്നു, അത്രയും കാലം നിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് ബ്രഹ്മാവ് വരം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ എന്താക്കും? വിഷ്ണു ഭഗവാൻ ശംഖുചൂഡൻ്റെ രൂപം എങ്ങനെയായാലും ശംഖുചൂഡനെ തോൽപ്പിക്കാൻ പറ്റൂല എന്നറിയാം. അതുകൊണ്ട് ശംഖുചൂഡൻ്റെ രൂപത്തിൽ വന്നിട്ട് തുളസീദേവീനെ ആശ്ലേഷിക്കുന്നത്. അപ്പം എങ്ങനെയെങ്കിലും ദേവന്മാരെ യുദ്ധം ജയിക്കണ്ടേ? അപ്പോൾ എന്താക്കൂ? ശംഖുചൂഡനെ സംബന്ധിച്ചിടത്തോളം പ്രിയപത്നീൻ്റെ ചാരിത്രം നഷ്ടപ്പെട്ടില്ലേ, മറ്റൊരു പരപുരുഷൻ ആശ്ലേഷിച്ച്. അപ്പം ഈ രഹസ്യം എന്താക്കും? മഹാദേവന് പെട്ടെന്ന് മനസ്സിലാവും. ദിവ്യജ്ഞാനത്താൽ അദ്ദേഹം ഗ്രഹിക്കും. അപ്പം തൽക്ഷണം തന്നെ സുദർശന ചക്ര സന്നിപം കത്തിജ്വലിക്കുന്ന തൃശ്ശൂലെടുത്തിട്ട് എന്താക്കും? ശംഖുചൂഡൻ്റെ നേർക്കെറിയുന്നതാ. അപ്പം കത്തിയെരിഞ്ഞ് ജ്വലിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുന്ന വൈഷ്ണവ ദിവ്യശൂലം കണ്ട് കാര്യം ഗ്രഹിക്കും. ശംഖുചൂഡന് പെട്ടെന്ന് മനസ്സിലാവും. കാരണം നാരായണനെ ഏതുകാലം പരമഭക്തിയോടെ ഭജിക്കുന്നതാണ് ആര്? ശംഖുചൂഡൻ. അപ്പം ശംഖുചൂഡന് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. ഇപ്പം തൻ്റെ കയ്യിലിരുന്ന ശരാസനത്തെയും ശരത്തെയും വലിച്ച് ദൂരെ എറിഞ്ഞിട്ട് ശ്രീകൃഷ്ണ ഭഗവാനിൽ എന്നെ ധ്യാന നിമഗ്നനായിട്ട് രഥത്തിൽ യോഗാസനം കൊണ്ട് നിശ്ചേഷ്ടനായിട്ടിരിക്കും. അപ്പോഴത്തേക്ക് തേരും വീരശിഖാമണിയായ ശംഖുചൂഡനു കത്തി എരിഞ്ഞിട്ട് വെണ്ണീറാവും.
പിന്നെ ദേവി പതിവ്രതയല്ലാതായി. അതുകൊണ്ട് ആ സമയം ഭക്തവത്സലനായ ശ്രീകൃഷ്ണ ഭഗവാൻ എന്താണ്, നയനാമൃത ദിവ്യമോഹനാകൃതിയിൽ സർവവൈഷ്ണവ ചിഹ്നങ്ങളോടും കൂടി ശംഖചക്ര ഗദാപത്മധാരിയായ ഒരു സുവർണ വിമാനത്തിൽ ആകാശത്ത് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ഉടനെ ശംഖചൂഡൻ്റെ പുണ്യാത്മാവ് ആ ശ്രീകൃഷ്ണ പരമാത്മാവിൽ വിലയം പ്രാപിക്കുകയും ചെയ്യും. പിന്നെന്താ, അത് കണ്ട് എല്ലാവരും അതിശയകരമായിട്ട് അത്ഭുത സ്തബ്ധരായിട്ട് നിന്നു പോകുന്നതാണ്. ആരൊക്കെ? മഹാദേവനും സ്കന്ദനും ഭദ്രകാളിയും ദേവാദിദേവന്മാരും ഒക്കെ അത്ഭുത സ്തബ്ധരായിട്ട് നിന്നു പോകുന്നതാണ്. ആ സമയം ഭഗവാന് ശിവശങ്കരമൂർത്തിയും എന്താണ് ഭഗവാന്റെ ശരീരത്തിൽ അപ്രത്യക്ഷനായി എന്ന് പറയുന്നത്. അപ്പം എന്താ, ദ്വാപരയുഗാന്ത്യത്തിൽ ഇനിയും ശ്രീകൃഷ്ണ അവതാരം ഉണ്ടാകുമ്പോൾ എന്താ പറയുന്നത്, മേലേന്ന് അശരീരി വരികയാണ്. എന്ത്, ദ്വാപരയുഗാന്ത്യത്തിൽ ഇനിയും ശ്രീകൃഷ്ണ അവതാരം ഉണ്ടാകുമ്പോൾ കൃഷ്ണഭക്തോത്തമനായ ശംഖുചൂഡൻ സുധാമാവായി ജനിച്ച് കൃഷ്ണ സായുജ്യം പ്രാപിക്കുന്ന ദേവി പരാശക്തിയുടെ അരുളപ്പാടുണ്ടാവണേന്ന്. അങ്ങനെ തുളസീദേവിനെ ആലിംഗനം ചെയ്തിട്ട് വിഷ്ണു ഭഗവാൻ നിന്നപ്പോൾ എന്താണ്, തുളസീദേവി അത്രയും പതിവ്രതയാണ്. അപ്പോൾ ഒരു സംശയത്തിൻ്റെ ഒരു മിന്നൽ എന്താണ് ഹൃദയത്തിലൂടെ കടന്നു പോകും. അപ്പം ഭയങ്കര ദേഷ്യത്തിൽ ചോദിക്കും, അങ്ങ് ആരാണ്? എൻ്റെ ഭർത്താവല്ലല്ലോ, എന്നെ വഞ്ചിക്കുവാനായി പോർക്കളത്തിൽ നിന്നൊന്നും വന്ന ഒരു മായാവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ, കാപ്പട്യത്തോടു കൂടിയ ആലിംഗനം എൻ്റെ ഭർത്താവിൻ്റെതല്ലായിരുന്നു. സത്യം പറഞ്ഞില്ലെങ്കിൽ ശപിച്ച് ഞാൻ നിന്നെ ഭസ്മമാക്കുമെന്ന് പറയും. അപ്പം എന്താ, തുളസീദേവി ഭയങ്കരമായിട്ട് രോഷാകുലയായിട്ട് ശപിക്കാൻ ഭാവിച്ചപ്പോൾ എന്താണ്, സച്ചിന്മയനായ ജനാർദ്ദനൻ ഭഗവാൻ എന്താക്കും, ശംഖചക്ര ഗദാപത്മങ്ങളടങ്ങിയ 4 തൃക്കൈകളോടും നവരത്നശോഭിതമായ മണിക്കിരീടത്തോടും ശ്രീവത്സാങ്കിതവും കൗസ്തുഭരത്നഹാര വിഭൂഷിതവുമായ തിരുവക്ഷസ്സോടും ബ്രഹ്മാസനമായ പത്മത്തിന് ആധാരമായ തിരുനാഭിയോടും മൃദുമനോഹര പീതവസനത്തോടും എന്താണ് നീരത നീലവർണ്ണത്തോടും മന്ദഹാസാഞ്ചിത വദനാരവിന്ദത്തോടും ചിന്തളിർപ്പാദ പത്മങ്ങളോടും കൂടിയ വിഷ്ണു ഭഗവാന്റെ ജഗന്മോഹന രൂപത്തിൽ ആ പുണ്യശാലിനിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. കോടി ഗന്ധർപ്പസുന്ദരനായി നിൽക്കുന്ന ശ്രീഹരിയുടെ മുമ്പിൽ ആരാ? പ്രേമഭക്തി പുളകിതയായ തുളസി എന്ത് പറയും? പ്രഭോ വൈകുണ്ഠപദേ, അങ്ങീ ചതിപ്രവൃത്തി ചെയ്തത് ധർമ്മമാണോ എന്ന് ചോദിക്കുന്ന സുചരിതയായൊരു പതിവ്രതയുടെ സതീത്വത്തിന് കളങ്കം വരുത്തുക അല്ലേ? ഭക്തോത്തമനായ ഒരു രാജപുങ്കവനെ കൊല്ലിക്കാൻ അധർമ്മമായ വഞ്ചന കാണിക്കുക. ഇത് 2 ലോകരക്ഷകനും ധർമ്മ സംസ്ഥാപകനുമായ നിന്തിരുവടിക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണോ എന്ന് ചോദിച്ചു നോക്കുകയാണ്. അധർമ്മിയായ ഒരു അസുരൻ പോലും അറയ്ക്കുന്ന കുടില പ്രവൃത്തിയല്ലേ ഇത് എന്ന് ചോദിക്കുക. അപ്പം ഭഗവാൻ ചിരിച്ചു കൊണ്ടിട്ട് പറയുകയാണെന്ത്, ഭദ്രേ ഭവതി കേൾക്കൂ, സർവോത്തമമായ ധർമ്മത്തെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി അതിന് തടസ്സങ്ങളായി നിൽക്കുന്ന ചില നിസ്സാര ധർമ്മങ്ങളെ നിഷ്കാസനം ചെയ്യേണ്ടി വരും. ധർമ്മത്തിന് വേണ്ടി ധർമ്മത്തിനെ വെടിയുക എന്നേ അതിന് പറയാനുള്ളൂ. ആ നിലയിൽ ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എനിക്കത് ചെയ്യേണ്ടി വന്നു. അത് ധർമ്മധ്വംസനമല്ല, ധർമ്മപരിപാലനമാണ്. 2 ഭാഗവും ദേവി ചിന്തിക്കണം. ഞാൻ ഭർത്താവാകണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനവധി കാലം തപസ്സനുഷ്ഠിച്ചവളല്ലേ ദേവി. ആ പരമാർത്ഥം ചിന്തിക്കുമ്പോൾ എന്താ, ഭവതിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ദർശനവും സ്പർശനവും നൽകിയ തെറ്റാണോ? ശംഖുചൂഡൻ ഭവതിയുടെ ഭർത്താവായി. അവൻ ആരാണെന്ന് ഭവതി അറിയുന്നുണ്ടോ? അവൻ ഇന്ന് വധിക്കപ്പെട്ടു എന്ന് പറയും. അപ്പോൾ തുളസി പൊട്ടിക്കരയും, അയ്യോ ഭഗവാനെ, ഞാൻ വിധവയായോ? എൻ്റെ ഭർത്താവ് വധിക്കപ്പെട്ടു എന്നോ? അങ്ങ് എൻ്റെ ശരീരത്തിന് സ്പർശിച്ചിട്ട് എനിക്ക് പാതിവ്രത്യഭംഗം വരുത്തിയത് കൊണ്ടല്ലേ അദ്ദേഹം കൊല്ലപ്പെട്ടത്? ഹേ ലക്ഷ്മീപദേ പത്മളാക്ഷ, അങ്ങയുടെ കണ്ണുകൾ അന്ധങ്ങളായിപ്പോയോ? അനീതിയാണ് അങ്ങയുടെ നീതി. അങ്ങയുടെ ലക്ഷ്മിയെ മറ്റൊരുത്തം പുലുകിയാൽ അത് ധർമ്മമായിട്ട് അങ്ങ് കരുതുമോ എന്നൊക്കെ ചോദിക്കുകയാണ് തുളസീദേവി. അപ്പോൾ വിഷ്ണു പറയും, ദേവി ക്ഷമയോടെ കേൾക്കൂ. ശംഖുചൂഡൻ ആരാണെന്ന് നീ അറിയുന്നുണ്ടോ? ഞാൻ തന്നെയായ ഗോപാലകൃഷ്ണൻ്റെ ഭക്തപാർഷദനും അവനിൽ സാമ്യം പ്രാപിച്ചവനുമാണവൻ. ആ നിലയിൽ ഞാൻ തന്നെയാണ് അവൻ. അവൻ നിൻ്റെ ഭർത്താവായത് ഞാൻ നിൻ്റെ ഭർത്താവായതിന് തുല്യം തന്നെയാണ്.
സൂക്ഷ്മധർമ്മം ആലോചിക്കുമ്പോൾ എന്താ തുളസി, നിനക്ക് പാതിവ്രത്യഭംഗമൊന്നും വന്നിട്ടില്ല. അവനിൽ നിറഞ്ഞിരുന്ന കൃഷ്ണനെയാണ് നീ സ്നേഹിച്ചത്. കുറേ കാലം അവൻ സ്വർഗത്തിൽ വാണ് സ്വർഗീയ സുഖം അനുഭവിച്ചതിന് ശേഷം വീണ്ടും എന്താക്കൂ, വൈവസ്വതമനുവിൻ്റെ കാലത്ത് ദ്വാപര യുഗാന്ത്യത്തിൽ ഗോകുലത്തിൽ ജനിച്ചിട്ട് കൃഷ്ണ സായുജ്യം നേടി എന്നിൽ വിലയം പ്രാപിക്കുന്നു പറഞ്ഞു കൊടുക്കുക. ഞാൻ തന്നെയായ ഗൗരീകാന്തനായ ശിവൻ ഞാൻ നൽകിയ ശൂലത്താൽ അവൻ്റെ ആത്മാവിന് ഗതി വരുത്തി. ഞാൻ തന്നെ സുവർണ വിമാനത്തിൽ അവൻ്റെ ആത്മാവിന് സ്വർഗാരോഹണവും നൽകി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആരോട്? തുളസിയോട്. അതിനാൽ നീ സങ്കടപ്പെടേണ്ട തുളസി. നിന്നെ സ്പർശിച്ചത് നിൻ്റെ ആത്മവല്ലഭനായ ഞാൻ തന്നെയാണ്. നീ ആരാണെന്ന് ഓർമ്മിക്കണം. എൻ്റെ പ്രിയവല്ലഭയും പരാശക്തിയുമായ മഹാലക്ഷ്മിയാണ് നീ. സരസ്വതി ശാപത്താൽ നീ തുളസി എന്ന നാമത്തോടെ ധർമ്മധ്വജൻ്റെ പുത്രിയായി. വാസുദേവ കൃഷ്ണൻ നിൻ്റെ ഭർത്താവാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നീ കുറേ കാലം തപസ്സനുഷ്ഠിച്ചില്ലേ. കൃഷ്ണപുണ്യാംശമുള്ള ശംഖുചൂടൻ നിന്നെ പാണിഗ്രഹണം ചെയ്തു. ഇപ്പോൾ നിൻ്റെ ശാപം അവസാനിച്ചു. വീണ്ടും ലക്ഷ്മിയായി എൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു. അങ്ങനെ നാരായണൻ ഈ വിധ അരുളി ചെയ്തതോടുകൂടി തുളസിയുടെ പുണ്യാത്മാവ് എവിടെ വിലയം പ്രാപിച്ചു? ലക്ഷ്മീ ദേവിയിൽ വിലയം പ്രാപിച്ചിട്ട് അവളുടെ ഭൗതിക ജഡ ചേതനയേറ്റിട്ട് നിലം പതിക്കുകയും ചെയ്തു. ഭഗവാൻ ആ ജഡത്തിനെ നോക്കിയിട്ട് വീണ്ടും എന്താ പറയുന്നത്? ഈ പരിശുദ്ധ ജഡം ദ്രവിച്ച് മണ്ണോട് മണ്ണായിത്തീരുന്ന ഈ സ്ഥലം എന്താണ്? ഗണ്ഡകി എന്നൊരു പുണ്യമന്ദാകിനിയായി ഭവിക്കുന്ന ഇവളുടെ കൃഷ്ണവർണ്ണം പൂണ്ട നീണ്ട കാർകൂന്തൽ കൃഷ്ണ തുളസിക്കുള്ള സർവോത്കൃഷ്ട പുഷ്പമായും തീരും. തുളസീദളമാല ഒരു വാടാമലർമാല്യമായി നിന്റെ സ്മരണയ്ക്ക് വേണ്ടി എന്നും ഞാൻ കഴുത്തിലണിയും. തുളസിച്ചെടി നിൽക്കുന്ന ഗൃഹത്തിൽ എന്താണ്? എന്നും എൻ്റെ അധിവാസമുണ്ടായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ പറയുന്നതാണ്. ഭൂതപ്രേത പിശാചാദികളൊന്നും ആ പുണ്യലത നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പരിസരങ്ങളിൽ അടുക്കുകയില്ലെന്നാ. തുളസി പുഷ്പം കൊണ്ടുള്ള അർച്ചനയായിരിക്കും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂജ. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാ തുളസി അല്ലേ. ഗണ്ഡകി നദിയായി ഭവിക്കുന്ന നിന്റെ ജഡത്തെ എന്നും കണ്ടുകൊണ്ടിരിക്കുവാനായിട്ട് എന്താ, ശിലാരൂപത്തിൽ ഞാനും അവിടെ മുളയ്ക്കുന്നതാണ്. ആ ശില പിന്നീട് പല കഷ്ണങ്ങളായി പിരിഞ്ഞ് ശുദ്ധമായ നദീജലത്തിൽ പതിക്കും. ആ ശിലാകഷ്ണങ്ങളിൽ ഓരോന്നിലും എൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്ന അതിന് ഭക്തരെന്ത് പറയും? സാളഗ്രാമം എന്നുള്ള നാമം നൽകുന്ന അത് എൻ്റെ പ്രതിബിംബമായിട്ട് ഭക്തന്മാർ അതിനെ എടുത്ത് പൂജിക്കുന്ന പറയുന്നത്. ഇപ്രകാരം ഭഗവാൻ പറഞ്ഞിട്ട് സച്ചിദാനന്ദ സ്വരൂപനായ മഹാവിഷ്ണു തുളസീദേവിയായ മഹാലക്ഷ്മിയോടും കൂടി വൈകുണ്ഠം പ്രാപിക്കുന്നതാണ്. ഇതാണ് ശംഖുചൂഡ യുദ്ധം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. പിന്നെന്താ, ഞാൻ പറഞ്ഞ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി അടുത്ത കഥ ശതാക്ഷി മഹാത്മ്യവും ദുർഗമ നിധനവുമാണ്. അത് പിന്നെ പറയട്ടോ.